നമുക്ക് ഭയങ്കര ഒരു ബലം തരുന്നൊരു വചനമാണ്. നമ്മളൊരു മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, ചില വിഷയങ്ങളിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇനി നടക്കോ ശരിയാകോ എന്നൊക്കെയുള്ളൊരു ആശങ്ക നമ്മുടെ മനസ്സിനെ ഭരിക്കുമ്പോൾ ഈ വചനം നമുക്ക് ഭയങ്കര ബലമാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വചനമാണിത്. സങ്കീർത്തനം 61-ന്റെ 1-2 തിരുവചനങ്ങൾ. നിശ്ചയമായിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും. കാരണം കർത്താവിൻ്റെ വചനം അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വചനമായതുകൊണ്ട് അത് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഈ വചനം ധ്യാനിച്ചാലും, ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിൽ ഇരുന്ന് ആര് ധ്യാനിച്ചാലും ദൈവവചനത്തിൻ്റെ വാഗ്ദാനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന എല്ലാവരിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാകും. ദൈവമേ, എല്ലാവരും ഉറക്കെ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അല്ലേ, നമ്മളൊരു വല്ലാത്ത പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ പുറമേ കരയുന്നില്ലെങ്കിൽ ഉള്ളിൽ കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലേ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നമുക്ക് മറികടക്കാൻ പറ്റാത്ത, നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചില മേഖലകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ ഇങ്ങനെ വാവിട്ട് കരഞ്ഞില്ലെങ്കിലും ഉള്ളിലൊരു കരച്ചിലുണ്ട്, ഉള്ളിലൊരു തേങ്ങലുണ്ട്, ഉള്ളിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ എന്നെ സഹായിക്കണം. പറ്റണില്ല, കർത്താവ് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല, ദൈവമേ നീ എന്നെ സഹായിക്കണം എന്ന് ഉള്ളുകൊണ്ട് കരയുന്ന ചില അനുഭവങ്ങളുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ദൈവത്തോട് ബന്ധമുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ ദൈവത്തോട് ചേർന്നിരുന്നിട്ടുള്ള ദൈവമക്കൾക്ക് ജീവിതം വെച്ച് നീട്ടുന്ന വേദനകളുടെ, സങ്കടങ്ങളുടെ, സംഘർഷങ്ങളുടെയൊക്കെ നടുവിൽ സ്വാഭാവികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടൊരു പ്രാർത്ഥന ഉയരും, ഒരു നിലവിളി ഉയരും. ചിലപ്പോൾ നമ്മൾ ഉച്ചത്തിൽ കരയും, ചിലപ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് കരയും. എന്തായാലും കരച്ചിലാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ചിലപ്പോൾ അതിനം തുറന്ന് ദൈവമേ എന്ന് വിളിക്കും, സ്വരം ഉയർത്തി വിളിക്കും. ചിലപ്പോൾ ചങ്ക് പൊട്ടി ഉള്ളുകൊണ്ട് വിളിക്കും ദൈവമേ എന്ന്. ഇവിടെ സങ്കീർത്തകൻ പറയാണ്, ദൈവമേ എൻ്റെ നിലവിളി നീ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ ചെവിക്കൊള്ളണം. ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്, ഉള്ളിലൊരു നിലവിളിയുണ്ട്. ഇവിടെ വചനം കേൾക്കാൻ ഇരിക്കുമ്പോഴും ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു നിലവിളിയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവത്തോടുള്ള ചില യാചനകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ജീവിതത്തിൻ്റെ നിയോഗങ്ങളുണ്ട്. ഇത് ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത വചനം, ഈ വചനം നിങ്ങൾ ശരിക്കും ചങ്കിലെടുക്കണം. എന്നിട്ട് ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അങ്ങേയറ്റം തകർക്കപ്പെട്ട ജീവിതത്തിൻ്റെ വേളകളിലേക്ക് പോകുമ്പോൾ ഈ വചനം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു വിധത്തിലും നമ്മെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. നമുക്ക് നമ്മെ തന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു കൊച്ചെനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു, അച്ഛനെനിക്ക് പ്രാർത്ഥിക്കണം, എന്താ സമയം കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. അവൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഭയം ഉള്ളിൽ കയറിയിട്ട് പാനിക് അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഭയത്തിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൾ പറയാണ്, എനിക്ക് എത്ര നാൾ ഞാൻ ഇനി ഇങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛാ, അച്ഛനൊന്ന് വിളിക്കണം, പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കറിയില്ല എത്ര ദിവസം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കിപ്പോൾ പറ്റണില്ല, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല, എനിക്ക് വിഷയത്തെ മറികടക്കാൻ പറ്റണില്ല. അത്ര കണ്ടൊരു ഭയം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള അസ്വസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തന്നെ മറികടക്കാൻ പറ്റാത്ത, നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതം വെച്ച് നീട്ടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ വചനം ഏറ്റുപറഞ്ഞ് ഈ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഞാൻ വായിക്കാം. ഹൃദയം തകർന്ന ഞാൻ, പറഞ്ഞേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തകർന്നു, ഇനി തകരാനൊന്നുമില്ല, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന അനുഭവം ഉണ്ടല്ലോ. ഭൂമിയുടെ അതിർത്തികൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ട് പോകില്ല, ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലേ. ഈ അവസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ട് വചനം പറയാണ്, ഹൃദയം തകർന്ന അവസ്ഥയാണ് ഞാൻ, ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ. ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എനിക്ക് കയറാൻ പറ്റാത്ത, എനിക്ക് അപ്രാപ്യമായ, എനിക്ക് പ്രാപിക്കാൻ പറ്റാത്ത പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമെന്ന്. നീ എന്നെ സഹായിച്ച് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എനിക്ക് പറ്റണില്ല. എനിക്ക് പ്രാപിക്കാൻ അപ്രാപ്യമായി നിൽക്കുന്ന ജീവിത അനുഭവത്തിന്റെ അസ്വസ്ഥതകളുടെ ഞെരുക്കത്തിന്റെ നടുവിലാണ്. ദൈവമേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഹൃദയം തകർന്ന അവസ്ഥയിലാണ് ഞാൻ.
കണ്ണുനീരോടെയാണ് നിന്നെ വിളിക്കുന്നത്, വേദനയോടെ വിളിക്കുന്നത്. ഭൂമിയുടെ അതിർത്തികൾ വരെ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ദൈവമേ, എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ പറയണം, കർത്താവേ, ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഉണ്ട്, നീ എന്നെ പിടിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന, തരിപ്പടമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം, എൻ്റെ വരുമാനം, എൻ്റെ സാമ്പത്തികം, എൻ്റെ പഠനം, എൻ്റെ ജോലി അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ദൈവമേ, എനിക്ക് അപ്രാപ്യമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ, എൻ്റെ ജീവിതം പറഞ്ഞ ഈ പാറമേൽ നീ എന്നെ കയറ്റി നിർത്തണമേ. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മൾ വചനം ഇങ്ങനെ പറഞ്ഞ് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ വചനത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ആത്മാവും ജീവനുമായ ഇത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം അങ്ങോട്ട് തരും. അതുമാത്രമല്ല, ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ അടഞ്ഞുപോയ വഴികൾ, വല്ലാതെ തകർന്നു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് പറ്റാതെ നിൽക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി, അപ്രാപ്യമായ പാറയിൽ ദൈവം നമ്മെ കയറ്റി നിർത്തുന്ന അനുഭവം ഉണ്ടാകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ പോട്ടയിലെ കൺവെൻഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ കുറേ പേര് പ്രാർത്ഥിക്കാനുണ്ട്. ഒരു സഹോദരി ഓടി വന്നിട്ട്, അച്ഛാ എൻ്റെ 2 ബ്രസ്റ്റിനും ക്യാൻസറാണ്, 2 ബ്രസ്റ്റിനും ക്യാൻസറാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന്. ഞാൻ കേട്ടപ്പോണ്ടല്ലോ, അമ്മച്ചി ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്, എന്നാലും കൺവെൻഷൻ കഴിഞ്ഞ് പോടി അച്ഛൻ പ്രാർത്ഥിക്കേ. ഇന്നലെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ്റെ ഈ 2 ബ്രസ്റ്റിനും ക്യാൻസറാണ്, 2 ബ്രസ്റ്റിനും ക്യാൻസറാണ്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്നെ ജീവിക്കാൻ അനുവദിക്കുക. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. പുള്ളിക്കാരത്തേക്ക് നല്ല കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത്. ആ വിശ്വാസം തന്നെ മതി, പകുതി ഹീലിംഗ് സംഭവിച്ചു. ഹല്ലേലൂയ. നമുക്ക് പകുതി രോഗം മതി, പിന്നെ മനസ്സിൻ്റെ തളർച്ചയും കൂടി ആകുമ്പോൾ എല്ലാം തീരുമാനമായി. രോഗം വന്നിട്ട് പോലും ഇല്ലായിരുന്നു. രോഗമാണോ, ഇനിയിപ്പോൾ ഇത് വല്ലതാണോ, ക്യാൻസർ വല്ലതാണോ എന്ന് ചിന്തിച്ച് മനസ്സ് തളർന്ന് ഇല്ലാത്ത രോഗമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ അവസ്ഥയിൽ ഈ സഹോദരി പറയാം, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, ഈ രോഗത്തിൽ നിന്നും കർത്താവ് എന്നെ സുഖപ്പെടുത്തും, എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും. അച്ഛോ, അതാണ് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, മാനുഷികമായി ചിന്തിച്ചാൽ, മെഡിക്കലി ചിന്തിച്ചാലൊക്കെ ഒരുപക്ഷെ ക്യാൻസർ, 2 ബ്രസ്റ്റ് ക്യാൻസറും ചിലപ്പോൾ എന്തോരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് മനസ്സിനെ അലട്ടുന്ന ഭയവും ഭാരവും അസ്വസ്ഥതകളൊക്കെ വല്ലാതെ നമ്മളെ ഞെരുക്കാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതയുടെ നടുവിൽ ഈ സഹോദരി പറയാണ്, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നു. കേട്ടോ, എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ഓക്കെ ആയിക്കോളും, എല്ലാം ഓക്കെ ആയിക്കോളും. ഹല്ലേലൂയ. നമുക്കെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയാം, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാവോ, എന്നാ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു സംശയം. നമുക്കെല്ലാം ഓക്കെ ആണ് ഇപ്പോൾ, എന്നാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ടെൻഷൻ എന്താ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ്. എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും, ഹൃദയം തകർന്ന അവസ്ഥയിലും, ഭൂമിയുടെ അതിർത്തികളോളം എത്തി നിൽക്കുന്ന അവസ്ഥയിലും എൻ്റെ ദൈവം എനിക്ക് കയറാൻ പറ്റാത്ത പാറയിൽ എൻ്റെ ദൈവം എന്നെ കയറ്റി നിർത്തും എന്നതാണ് വിശ്വാസം. ആമേൻ, ആമേൻ. ഇപ്പൊ നമ്മൾ ഓരോ ശുശ്രൂഷയ്ക്ക് കൺവെൻഷനൊക്കെ വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ വടി എടുത്തിട്ട് വേണം ഈ ശുശ്രൂഷയ്ക്ക് വരാൻ. അപ്പൊ തന്നെ പകുതി വിഷയത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള സമയത്ത് ദൈവത്തെ ആരാധിക്കുകയോ വചനം കേൾക്കുകയും ചെയ്താൽ കർത്താവ് നിശ്ചയമായിട്ട് ഇടപെടും. മോശയുടെ കരങ്ങളിൽ കർത്താവ് കൊടുത്തൊരു വടിയുണ്ട്, വിശ്വാസത്തിന്റെ ഒരു വടി. കർത്താവ് മോശയോട് നീ വടി ഉയർത്താൻ പറഞ്ഞു. വടി ഉയർത്തി പാറയെ അടിച്ച് ജലത്തിന്റെ മീതെ വടി ഉയർത്തി. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടായി. എന്താ? വിശ്വാസത്തിന്റെ വടിയാണ്. ഇപ്പൊ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ മേഖലകളിലും മക്കളെ, ഹൃദയം തകർന്ന് സങ്കീർത്തകൻ പറയുന്ന പോലെ, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ അവിടുന്ന് എന്നെ കയറ്റി നിർത്തണമേ. ഉറക്കെ പറ ഹല്ലേലൂയ.